എൻ്റെ കയ്യിലുള്ള ഈ ഒരു 100 രൂപയ്ക്ക് അടുത്തൊരു വർഷം കഴിയുമ്പോൾ ഇതേ വാല്യൂ തന്നെ ആയിരിക്കുമോ? അബ്സല്യൂട്ട്ലി നോട്ട്. പണത്തിൻ്റെ വാല്യൂ അത് 1 രൂപയാണെങ്കിൽ പോലും സമയത്തിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ടൈം വാല്യൂ ഓഫ് മണി. ഇനി ഇതൊരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ ഏതൊരു ഇൻവെസ്റ്ററും ഓരോ പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോജക്റ്റ് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനു വേണ്ടി ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് NPV അഥവാ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അടുത്ത ഒരു 5 വർഷം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ പ്രോഫിറ്റ് ഓർ ക്യാഷ് ഇൻഫ്ലോസിനെ കറൻറ്റ് ഇൻവെസ്റ്റ് ചെയ്ത പീരീഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇനി ഈ ഒരു കൺസെപ്റ്റ് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു ബിസിനസ്സിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെഷീനറിയുടെ ലൈഫ് ഓഫ് ഇയർ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ വർഷവും അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വർഷത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു കോൺസ്റ്റൻറ്റ് സം ഓഫ് മണി ആക്കാൻ വേണ്ടിയിട്ട് കറൻറ്റ് ഇൻവെസ്റ്റ് ചെയ്ത പീരീഡിലോട്ട് ആ സം ഓഫ് മണീനെ കൺവേർട്ട് ചെയ്യുന്നു. ഈ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന സം ഓഫ് എമൗണ്ടിൽ നിന്നും ഇനീഷ്യലായിട്ട് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വാല്യൂ ആണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ അഥവാ NPV ഒരു പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത്തരം പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്യുകയും അല്ല ഒരു നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അത്തരം പ്രോജക്റ്റുകൾ നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് നമുക്ക് ഈ ടൂൾ വെച്ച് എടുക്കാവുന്നതാണ്. സ്മാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും പ്രോപ്പർ കാൽക്കുലേഷനിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്, മറിച്ച് ചാൻസുകളിലല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു.